ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാലിക്കറ്റിലെ മീറ്റപ്പിൻ്റെ വീഡിയോ, അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനാണ്. നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ കൊച്ചിയിലെ മീറ്റപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, മാം എന്തുകൊണ്ടാണ് അതിന് ഓഡിയോ ഇല്ല, ഓഡിയോ എന്തുകൊണ്ട്, മീറ്റപ്പിൻ്റെ ക്ലാസ്സസ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടിയില്ല എന്ന്. നമ്മൾ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ കാലിക്കറ്റിലേതും എടുത്തിരിക്കുന്നത്. പിന്നെ പെയ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലിടാൻ നമ്മൾ അതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം കാലിക്കറ്റ് വന്നത് പെർ ഹെഡ് 500 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്തത്. ക്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു, ബട്ട് ഇത് വെന്യൂ ചാർജ് ആയിരുന്നു. നമ്മൾക്ക് അവർ ടീ ആൻഡ് സ്നാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ 100 പേർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം നമ്മൾ ആ മീറ്റപ്പിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മൾ ഹോള് നമുക്ക് കിട്ടിയത് പറഞ്ഞല്ലോ, നമ്മൾ കാലിക്കറ്റ് മലബാർ പാലസിലാണ് നമുക്ക് ഹോള് കിട്ടിയത്. അവിടെ നമുക്ക് ചെറിയ ഹോളാണ് കിട്ടിയത്, മറ്റെല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്ന സമയത്ത് 60 കപ്പാസിറ്റിയാണ് മാക്സിമം പോകുക എന്നുള്ളത് അവർ നമ്മളടുത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ 100 കപ്പാസിറ്റി ഉള്ള വേറൊരു ഹോള് നമ്മൾ നോക്കാൻ പോയാൽ നമുക്കത് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ്, കാരണം നമ്മൾ പിന്നെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ജിദ്ദയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്, സ്കൂളിൽ കയറാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അത് നീട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് പുഴയോരം റെസ്റ്റോറൻറ്റുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ 50 കപ്പാസിറ്റിയാണ് അവർ പറഞ്ഞത്, അത് അവൈലബിൾ ആയിരുന്നു. ബട്ട് നമുക്ക് 50ലും കൂടുതൽ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 60 മെമ്പേഴ്സിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു, ബാക്കി നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി സൈഡിലുള്ള കുറേ ആളുകളുടെ രജിസ്റ്റർ ചെയ്തവർക്ക് ക്യാഷ് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു, അത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ സമയത്ത് ഒരു നിപ്പയുടെ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ കുറേ പേർക്ക് അതൊരു പ്രശ്നമായി. അവിടെ ആ സൈഡിൽ നിന്നുള്ളവർ വരുന്നുണ്ടോ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു രജിസ്റ്റേർഡ്. അപ്പോൾ അവരുടെ ക്യാഷ് റീഫണ്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമുക്ക് വെന്യൂ കണ്ടെത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ KWC മെമ്പറായിട്ടുള്ള ഷമീദയാണ്. ഷമീദയും ബ്രദറും കൂടെയാണ് നമുക്ക് വെന്യൂ കണ്ടെത്തി തന്നത് കേട്ടോ. അപ്പോൾ അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പറയുകയാണ്. കാരണം നമുക്ക് അവിടെ വെന്യൂ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഏരിയ, നമ്മുടെ കർമ്മഭൂമി എല്ലാം ഇപ്പോൾ ജിദ്ദയാണ്, സൗദി അറേബ്യയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് നാട്ടിൽ ഇതുപോലെ വെന്യൂ ഒക്കെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചിയിലും ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, കാലിക്കറ്റും ഇത് തന്നെ ചെയ്തത്. വളരെ സന്തോഷം തരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് നടത്തിയതിൽ അതിലൊരു വിഷമം വന്നിട്ടുള്ളൊരു കാര്യം ഉണ്ടായത്, നമ്മൾ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരൊറ്റ മെമ്പറുടെ അടുത്ത് നിന്നാണ് കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് വന്നത്. ക്ലാസ് നമ്മുടെ ട്രെയിനിങ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അവരുടെ പേയ്മെൻറ്റ് അവർ തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് വരെ 1 ഡേ ബിഫോർ വരെ ഇൻഫോം ചെയ്തവർക്ക് നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജെന്യൂൻ റീസൺ ആണ്, അവർക്ക് പറ്റില്ലായിരുന്നു. ബട്ട് നമ്മൾ ആ ഫൈനൽ കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഹോട്ടലിന് നമ്മൾ പെർ ഹെഡ് കൗണ്ട് കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം അത് അവിടെ നിങ്ങളുടെ ക്യാഷും നഷ്ടപ്പെടുകയാണുള്ളത്, അതേസമയം ഒരാൾക്ക് കിട്ടേണ്ട സീറ്റും കൂടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ ഇങ്ങനൊരു ഇഷ്യൂ ഇല്ലാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് പോവുകയല്ല, മറ്റുള്ളവർക്ക് ആ സീറ്റ് ഇരിക്കാമല്ലോ കേട്ടോ. അതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ മീറ്റപ്പിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ, റിവ്യൂ തന്നതിൽ ഏറെ സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ആ കരിയർ ജേണിയുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. കാരണം നമ്മൾ നമ്മുടെ റിയൽ സ്റ്റോറി പറയുമ്പോൾ നമുക്കത് കുറച്ച് കട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഏത് വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മൾ സ്ക്രിപ്റ്റൊന്നും എഴുതിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർക്കറിയേണ്ട കാര്യങ്ങൾ കൊടുക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ കരിയർ ജേണിയൊക്കെ ആ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് ഇൻസ്പയർഡായി പിന്നെ നമ്മുടെ ജോബ് ഗ്രൂപ്പിലൂടെ അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയവർ ഭയങ്കര സന്തോഷം എനിക്ക് തന്നത്. കാരണം ഞാൻ ഈ ജോബിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടാണ് നിങ്ങൾക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ ആയിട്ട് എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല, അതാണ് റീസണ്. അപ്പോൾ അത് ഇത്രയും യൂസ്ഫുൾ ആവുന്നുണ്ട് ആളുകൾക്ക്. അതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്.
അത് ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടി. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്താ നമുക്ക് ജോബ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇനി ജോബ് കിട്ടില്ല എന്ന്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മീറ്റപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള നെഗറ്റിവിറ്റി നിങ്ങൾ മാറ്റി വെക്കുക. കിട്ടും, അത് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും ജോബ് ആവട്ടെ ഇനി ഈവൻ ബിസിനസ് ആവട്ടെ, നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് സൈഡാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് പോകുന്ന സമയത്ത് ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ അത് മനസ്സിലാവുമ്പോൾ അപ്പോൾ ഇതാണല്ലേ കാര്യം, അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. പിന്നെ അടുത്തടുത്ത് പോകുമ്പോൾ ഒന്നുകൂടെ ബെറ്ററായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ജോബിൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിച്ചിരിക്കരുത് കേട്ടോ. മീറ്റപ്പിൽ കണ്ടവരും അല്ലാത്തവരോടും കൂടെയാണ് ഞാനിത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ അതിൽ പറയാനുള്ളത് എന്താ, നമ്മുടെ മീറ്റപ്പിന് വന്നിട്ടുള്ളത് വയനാട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, പിന്നെ കാലിക്കറ്റ് ഉള്ളവരാണ് മീറ്റപ്പിന് വന്നിട്ടുണ്ട്. ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്ന്, അപ്പോൾ നിങ്ങൾ അത് ഹാപ്പിയായി എന്ന് അറിയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന്, ക്യാഷ് എന്ന് പറഞ്ഞാൽ 500 റുപ്പീസേ ഉള്ളൂ, ബട്ട് ഇത്രയും ദൂരത്തുനിന്ന് അതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് അത് എനിക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയതാണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം നല്ലൊരു സക്സസ് ആയി എന്ന് പറയാൻ പറ്റും. പിന്നെന്തായിരുന്നു, ഇത്രയൊക്കെ കാര്യങ്ങളാണ് കാലിക്കറ്റ് മീറ്റപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പം നമ്മുടെ വീഡിയോസ് ഉണ്ട്, ജോബ് ഗ്രൂപ്പ്, കേരള വിമൻ യുണൈറ്റഡ് ക്ലബ്ബ്, അത് ലേഡീസിന് മാത്രമുള്ള ഗ്രൂപ്പാണ്. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റായെന്ന് നിങ്ങൾ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഇതുപോലെ നിങ്ങളെപ്പോലെ വീഡിയോസ് പിന്നെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാവും, ജോബ് അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ വരാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുക, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തായാലും അത് ഫ്രീ കോസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കൂടുതൽ പേരിലേക്ക് അത് എത്തട്ടെ. എന്തായാലും ഫ്രീ കോസ്റ്റ് അല്ലേ, നമ്മുടെ ജോബ് ഗ്രൂപ്പിൽ കിട്ടുന്ന എല്ലാ പോസ്റ്റും നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം, നിങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുമ്പോഴാണ് അതൊന്നും കൂടെ നന്നായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളത് ഷെയർ ചെയ്തു എന്ന് വരുന്നത് നമുക്ക് ഒന്നും ലൂസാവാനില്ല. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ചെയ്യും, അവർക്ക് കിട്ടേണ്ടത് അവർ ചെയ്യട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളെല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കാര്യങ്ങൾ പറയാം. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഫർമേഷനും കാര്യങ്ങൾ കിട്ടില്ല അതും നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി നമുക്കിതിൻ്റെ റിവ്യൂ വീഡിയോസ് ഉണ്ട്, ആ റിവ്യൂ വീഡിയോസ് ആയിരിക്കും അടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. Keep going. Happy life.